ആ കടലുണ്ടിപ്പുഴയില് തോണിയിൽ മയ്യത്ത് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു പരപ്പനങ്ങാടിയിലേക്ക്. പിന്നീടാണ് പല മഹല്ലത്തുകളും സ്വതന്ത്രമായി അവരുടെ മഹല്ലുകൾ രൂപീകരിച്ചു കൊണ്ടുപോയത്. അങ്ങനെയുള്ള പഴയ മഹല്ലത്തുകളുടെ കാരണവന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് പരപ്പനങ്ങാടി എന്ന പ്രദേശത്തിന്റെ ഉസ്താദിന്റെ ചെറിയ മകൻ അബ്ദുറഹ്മാൻ അസ്സമി ഓഫീസിൽ. അപ്പൊ നമ്മുടെ ഈ പരപ്പനങ്ങാടി മഹല്ലത്തിന്റെ പഴയകാല പ്രതാപത്തെ അനുസ്മരിക്കാൻ, അന്നത്തെ അനുഭവങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവെക്കാൻ, മഹല്ലത്തുകളുടെ ശ്രേണിയിൽ നമുക്ക് എത്രമാത്രം പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചർച്ച ചെയ്യാൻ, അത് വരും തലമുറക്ക് അതിന്റെ മാതൃകകൾ പകർന്നു കൊടുക്കാൻ നാട്ടുകാരണവന്മാർ ഒത്തുകൂടുന്ന ഒരു ചർച്ചാ സമ്മേളനം ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രക്ഷിതാക്കളുടെ സംഗമം. ഇങ്ങനെ 8ഓളം അറിവുകളും അനുഭവങ്ങളും പാഠങ്ങളും പങ്കുവെക്കുന്ന 8ഓളം സംഗമങ്ങള് സിൽവർ ജൂബിലിയുടെ ഭാഗമായി ഈ ക്യാമ്പസിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. എല്ലാം അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം മറ്റൊരു മേഖല സേവനത്തിൻ്റെതാണ്. സിൽവർ ജൂബിലി നമ്മുടെ പ്രദേശത്തിന്റെ സേവന മേഖലയിലേക്ക് ഉത്തേജനമാകുന്ന തരത്തിൽ സേവന മേഖലയിൽ ഒരു മാതൃക കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന് നമ്മുടെ കുട്ടികൾ നടത്തുന്ന ടൗൺ ശുചീകരണമാണ്. ഒരുപാട് പരിമിതികളുള്ള ഇടുങ്ങിയ പ്രദേശങ്ങളടക്കമുള്ള ഒരു ടൗണാണ് പരപ്പനങ്ങാടി. അവിടെ താലീമിന്റെ സന്തതികൾ പൂർണ്ണമായും ശുചീകരണ പ്രവർത്തനം ഏർപ്പെടുത്തുന്ന വളണ്ടിയർ സേവനം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി അവിടെ സഹായം തേടും. ആ ലഭ്യമാകുന്ന മുറക്ക് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തരത്തിൽ അത് ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് പകരം ഒരു ക്ലീൻ പരപ്പനങ്ങാടി ടൗൺ എന്ന തരത്തിലേക്കുള്ള ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കുന്ന നമ്മുടെ ശുചീകരണ രംഗത്ത്, പരിസ്ഥിതിക ശുചീകരണ രംഗത്ത് ഒരു ക്ലീൻ ടൗൺ എന്ന തരത്തിലേക്ക് വേസ്റ്റ് ബോക്സുകൾ വരെ സ്ഥാപിച്ചുകൊണ്ടുള്ള ദീർഘകാല ഒരു പദ്ധതിയും ഇതിന്റെ ഭാഗമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളും മുതിർന്ന വിദ്യാർത്ഥികളും വരെ പൂർവ്വകാല വിദ്യാർത്ഥികളുടെ സഹായത്തോടുകൂടി കടലോര പ്രദേശങ്ങളിലുള്ള ഗ്രഹസമ്പർക്ക പദ്ധതി, ആരോഗ്യ ശുചിത്വ സംബന്ധമായ കാര്യങ്ങളിൽ വീട് വീടാന്തരം കയറിയിറങ്ങി ഉത്ബോധനം നടത്തുന്ന കടലോര ശുചീകരണ ബോധവൽക്കരണ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഈ സേവന പ്രവർത്തനങ്ങളും അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മറ്റ് ചില പദ്ധതികൾ കൂടി പരിചയപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കടലോരത്ത് നിവസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചില സന്ദർഭങ്ങളിൽ കടൽ കനിഞ്ഞാൽ സുഭിക്ഷമായ ഒരു അന്തരീക്ഷം അവർക്കുണ്ട്. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനങ്ങളും അല്ലാത്ത ചില സന്ദർഭങ്ങളും പഞ്ഞം കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് പലപ്പോഴും പ്രയാസപ്പെടുന്ന സുഹൃത്തുക്കളാണ് നമ്മുടെ കടലോരവാസികളായ നമ്മുടെ സഹോദരങ്ങൾ. അവർക്ക് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക സുരക്ഷ പദ്ധതി ഒരുപാട് ആലോചിച്ച് കുറ്റമറ്റ രൂപത്തിൽ കാലക്രമത്തിൽ നടപ്പിലാക്കാവുന്ന തരത്തിൽ ഒരു സൂചനാ സുരക്ഷ പദ്ധതി ഇൻഷാ അല്ലാഹ് നമ്മൾ നടപ്പിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ ദാവയുടെ ഭാഗമായി അയൽപക്ക സംഗമങ്ങൾ, നമ്മുടെ തീരദേശത്തുള്ള സഹോദരങ്ങളുടെ വീടുകളെ ആധാരമാക്കിയുള്ള അയൽപക്ക സംഗമങ്ങൾ എന്ന വളരെ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന നല്ല ദാവത്തിന്റെ ഒരു പദ്ധതി കൂടി ഇതിന്റെ പേരിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു. അടുത്തത് മിലാദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി തീരസഞ്ചാരം, തീരപ്രദേശത്തു കൂടിയുള്ള വിശ്വാസികളുടെ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള മൗലിദ് പാരായണത്തിന്റെ ഒരു തീരദേശ സഞ്ചാര പരിപാടി. അത് ദാവാ പ്രഭാഷണത്തിലൂടെയും അതോടൊപ്പം തന്നെ മൗലിദ് പാരായണത്തിലൂടെയും നടക്കുന്ന തീരദേശ സഞ്ചാരം. അപ്രകാരം
കുട്ടികൾ നയിക്കുന്ന അത്യാകർഷകമായ പ്രചരണ യാത്രകൾ, ഇങ്ങനെ വ്യത്യസ്തമായ 15ഓളം പദ്ധതികളുമായിട്ടാണ് ഇൻഷാ അല്ലാഹ് സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയുണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ സഹകരണവുമാണ് ഈ സ്ഥാപനത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ശക്തിയും ഊർജവും എന്ന് മനസ്സിലാക്കി നിങ്ങളെല്ലാവരുടെയും ദുആ ഉണ്ടായിരിക്കണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.